ഹായ് ഓൾ, ഇന്ന് പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. പേരറിയില്ലെങ്കിലും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും മുതലമട. കാരണം നമ്മുടെ ഹൃദയത്തിലും ആടുജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ ചൂളിയാർ ഡാമിലേക്കാണ് ഗൈസ് പോകുന്നത്. 12 പേരുണ്ടല്ലേ? അതെ അതെ. ബാക്കി സ്വർണം അങ്ങനെ ഒരു മാസ് ഇൻട്രോയ്ക്കൊക്കെ ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ അവിടെ ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കറങ്ങി നടന്നു. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചുള്ളിയാർ ഡാമിലേക്ക് പോകാനുള്ള പ്ലാൻ. ഹലോ ഗായ്സ്, ഇപ്പൊ ഞങ്ങൾ രാവിലെ 6 മണിയുടെ ട്രെയിനിന് മുതലമടയിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ ഫോണിൽ ഇറങ്ങി ഞങ്ങൾ നേരെ ചൂളിയാർ ഡാമിലേക്ക് പോയിക്കാണ്. അതെ വ്ളോഗ് എടുക്കാൻ അറിയില്ല ഗൈസ്. അല്ല നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. നമുക്കിനി ഒരുപാട് 3 കിലോമീറ്ററും കൂടി നടക്കാനുണ്ട്. അത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നടക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നൊരു പരിപാടി തുടങ്ങിയത്. കാരണം നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാം. ഓട്ടോയ്ക്ക് പോയി 60 രൂപയാണ്. നമ്മൾ ലോ കോസ്റ്റില് ഇങ്ങനെ മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇവിടെ കുറെ പശുക്കൾ ഇങ്ങനെ മേയുന്നുണ്ട്. അപ്പം വേനൽക്കാലത്ത് ഇങ്ങനെ നദിയിലെ വെള്ളമൊക്കെ ഒഴുകിപ്പോയി ഇവിടെ വെള്ളം ഇല്ലാത്തൊരു സാഹചര്യം. കഴിഞ്ഞ ഇവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളാണ്. ഒന്നും അറിയില്ല. ബസ് കിട്ടിയതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം നമ്മൾ നടന്ന് ഏകദേശം ഡാമിൻ്റെ അടുത്തെത്തി. ഡാമിൽ പോവാന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ സെല്ലിൽ എവിടെ നിന്നൊക്കെയോ ഒരു ചൂണ്ടൊക്കെ സംഘടിപ്പിച്ചായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് രണ്ടുപേരും കൂടി ഈ ചൂണ്ടയൊന്ന് സെറ്റാക്കിയത്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല, മീനൊന്നും കിട്ടിയിട്ടില്ല. ക്യാമറമാൻ കൗതുകം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഋഷി ആ മരത്തിൻ്റെ മുകളിൽ ചാടി കയറി. പക്ഷെ കയറി പോലെ ആൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ കിടന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ.
ഗായ്സ് സേബിളും സെല്ലിലും കൂടെ അവിടെ വലയിൽ കുടുങ്ങിയ ഒരു പാവം മീനിനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല. അവിടെയാണ് ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നത്. ഷൂട്ടിംഗ് കാരണം നമുക്ക് അതുവഴി നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ താഴെ ഇറങ്ങി നടന്നു വരുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ലിഫ്റ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ നടക്കാതെ കഴിച്ചില്ലായി. പക്ഷേ 2 പേര് മിസ്സായതുകൊണ്ട് തന്നെ പകുതി വഴിയിൽ ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ബസ് കയറി ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു ഞങ്ങളുടെ ഒരു അൺപ്ലാൻ ട്രിപ്പ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.